നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? അതായത് ആശയവിനിമയത്തിന് വേണ്ടി, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് 3 രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കാൻ സാധിക്കും. ആ 3 കണക്ഷനെ എങ്ങനെയൊക്കെ പറയാം? ലാൻ, മാൻ, വാൻ. അപ്പോ 3 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ് ലാൻ, മാൻ, വാൻ. ലാനിന്റെ ഫുൾ ഫോം എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനകത്തുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസിനകത്തുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലാൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി. മാൻ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഒരു സിറ്റിയിലെ കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേബിൾ ടി വി കണക്ഷൻ, അതായത് ഒരു ഏരിയയിൽ മാത്രമാണ് അത് ഒതുങ്ങി നിൽക്കുന്നത്. കേബിൾ ടി വി ദാതാവ് നമുക്ക് കേബിൾ നെറ്റ്വർക്ക് തരുമ്പോഴത്തേക്കും അതൊരു ഏരിയയിൽ ഒരാളായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണോ ഒരു ഏരിയയിലെ കണക്ഷനാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്ത 3ാമത്തെ കണക്ഷനാണ് വാൻ. വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് രാജ്യങ്ങൾ തോറുമുള്ള കണക്ഷൻ അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് തോറുമുള്ള കണക്ഷൻ. ഇവിടെ ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളോട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ത് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്? വൈഡ് ഏരിയയിൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഏറ്റവും വലിയ വാൻ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ്. അപ്പൊ ഈ 3 നെറ്റ്വർക്ക്സും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ലാൻ, മാൻ, വാൻ. ഇതിന്റെ ഡിഫറൻസിയേഷൻ പഠിച്ചു വെക്കുക. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എടുക്കാറുണ്ട്. ബ്രോഡ്ബാൻഡ് കണക്ഷൻ സാധ്യമാകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ സാധ്യമാകുന്നത്. ഇനി ഒരു നെറ്റ്വർക്കും കൂടെ ഉണ്ട്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതാണ് പാൻ എന്ന് പറയുന്നത്. പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഉപകരണങ്ങളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൻ. അതായത് നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറും നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നു, മൊബൈൽ ഫോണും ടാബ്ലറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇനി നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കായ ഇന്റർനെറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നോക്കാം. ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ ഇന്റർ കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ ആണ്. ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കും ആണ് ഇന്റർനെറ്റ്. PSC ചോദിക്കാറ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഇന്റർനെറ്റ് ആണ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? വിൻഡൻ സർഫ് ആണ് ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തത്. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം ഏതാണ്? ആർപ്പാനെറ്റ് ആണ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം. അത് ഡെവലപ്പ് ചെയ്ത വർഷം 1969. 1969 ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ്, A for advanced, R for research, advanced research, project, P for project, A for agency, network. Advanced research project agency network ആണ് ARPANET എന്നുള്ളതിന്റെ ഫുൾ ഫോം. ഡെവലപ്പ് ചെയ്ത വർഷം 1969. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപമാണ്. ഇനി എന്താണ് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ മാത്രം അടങ്ങുന്ന നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മറ്റ് ഓഫീസുകളെയും കൂടി ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് എക്സ്ട്രാനെറ്റ്.
ഒരു കമ്പനിയിൽ മാത്രം അടങ്ങുന്നതാണ് ഇൻട്രാനെറ്റ്. ഒരു കമ്പനിയിലെ മറ്റു ബ്രാഞ്ചിലുള്ള ഓഫീസുകളെയും കൂടെ ബന്ധിപ്പിക്കുന്നതാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയില് ഇന്റർനെറ്റ് തുടങ്ങിയ വർഷം 1995 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. 1995 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 1995 ഇന്റർനെറ്റ് ഇന്ത്യയിൽ ആരംഭിച്ചത്. 1995 ഓഗസ്റ്റ് മാസം 15-നാണ്. ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് VSNL ആണ്. VSNL ഫുൾ ഫോം എന്താ? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇന്റർനെറ്റ് ദാതാക്കൾ. അപ്പൊ ഇത്രയാണ് ഇന്റർനെറ്റിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഇന്റർനെറ്റിനകത്തെ ഓരോരോ കാര്യങ്ങളെ പറ്റി പഠിക്കാം. ആദ്യമായിട്ട് WWW ഫുൾ ഫോം എന്താണ്? വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു വെബാണ് WWW. ഡെവലപ്പ് ചെയ്തത് ആരാണ്? പ്രീവിയസ് ചോദ്യം ടിം ബെർണേഴ്സ്-ലീ. ടിം ബെർണേഴ്സ്-ലീ ആണ് WWW ഡെവലപ്പ് ചെയ്തത്. വർഷം 1989. 1989 ടിം ബെർണേഴ്സ്-ലീ WWW ഡെവലപ്പ് ചെയ്തത്. എന്താണ് WWW? ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് WWW. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആസ്ഥാനം WWWന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC. ഇന്റർനെറ്റിലൂടെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് പ്രമാണങ്ങളുടെ ഒരു കൂട്ടം. ഇന്റർനെറ്റിലൂടെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് പ്രമാണങ്ങളുടെ ഒരു കൂട്ടം, അതായത് എല്ലാ ഡേറ്റകളും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് WWW എന്നൊരു ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതായത് ഇന്റർനെറ്റിലൂടെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റുകളുടെ ഒരു കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? WWW എന്ന് പറയുന്നത്. ഈ WWWന്റെ ഗുണനിലവാരവും മാനദണ്ഡങ്ങളും പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസോർഷ്യമാണ് W3C. WWWന്റെ ഗുണനിലവാരവും മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കൺസോർഷ്യമാണ് W3C. അതിന്റെ ഫുൾ ഫോം വേൾഡ് വൈഡ് വെബ്. അതാണ് 3 W, അതാണ് W3 എന്നിട്ടേക്കുന്നത്. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. ഇത് ഫോം ചെയ്ത വർഷം 1994 ഫോം ചെയ്തത്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താണ് വെബ് പേജ്? വെബ് പേജ് എന്ന് പറഞ്ഞാൽ WWWല് ഇൻഫോർമേഷൻസ് അടങ്ങിയ പേജാണ് വെബ് പേജ്. അതായത് നമ്മളിപ്പം കേരള PSC തുളസി എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഓരോ പേജും, നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നു, ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഓരോ പേജും എന്താണ്? വെബ് പേജസ് ആണ്. ഇനി എന്താണ് വെബ്സൈറ്റ്? പരസ്പരം ബന്ധമുള്ള അനേകം വെബ് പേജുകളെ ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിക്കുന്ന സംവിധാനം. അതായത് കേരള PSCയുടെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. ആ വെബ്സൈറ്റിൽ നമ്മളിപ്പം ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്ക് പോകും. അതിലിപ്പം 2020 വന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊക്കെയാണ്. 2020 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വേറെ പേജിലേക്ക് പോകും. അങ്ങനെ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അനേകം വെബ് പേജുകൾ അടങ്ങിയതാണ് വെബ്സൈറ്റ്. അപ്പൊ ഈ ഓരോ പേജും തമ്മിൽ എന്തുണ്ട്? ലിങ്ക് ഉണ്ട്. ആദ്യത്തെ പേജ് ഉണ്ടല്ലോ, നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ പേജും ഓപ്പണായി വരുന്ന രണ്ടാമത്തെ പേജും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. രണ്ടാമത്തെ പേജും മൂന്നാമത്തെ പേജും തമ്മിലുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്ക്, അതിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ലിങ്ക്. എന്താണ്? ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് എന്താ ചെയ്യുന്നത്? വെബ് പേജസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഹൈപ്പർ ലിങ്ക്. ഇനി ഹോം പേജ്. എന്താണ് ഹോം പേജ്? ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന പേജിനെയാണ് ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ PSCയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, ആദ്യമായിട്ട് നമ്മൾ കാണുന്ന പേജ് ഉണ്ടല്ലോ, അതാണ് ഹോം പേജ്. ഇനി എന്താണ് URL? URL എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം ആദ്യം പഠിക്കുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് നിങ്ങൾ ഇങ്ങനത്തെ അഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. http://www.google.com. ഇതാണ് ഒരു URL. അതായത് ഒരു വെബ് പേജിന്റെ അഡ്രസ് ആണ് URL എന്ന് പറയുന്നത്. അപ്പൊ ഈ URLന്
ഈ HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോകോൾ ആണ്, അതായത് നിയമമാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് HTTP. അത് കഴിഞ്ഞിട്ട് :/www.google.com. ആ google.com എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം ആണ്. എന്താണ്? ഡൊമൈൻ നെയിം ആണ് google.com എന്ന് പറയുന്നത്. അപ്പോൾ .com കൊമേഴ്സ്, വ്യാപാരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. .gov ആണെങ്കിലോ ഗവൺമെന്റ്, .edu ആണെങ്കിലോ എഡ്യൂക്കേഷൻ, .mil ആണെങ്കിലോ മിലിറ്ററി, .info ആണെങ്കിലോ ഇൻഫോർമേഷൻ, .org ആണെങ്കിലോ ഓർഗനൈസേഷൻ. അങ്ങനെ ഡിഫറെന്റ് ഡൊമൈൻ നെയിംസ് ഉണ്ട്. ഈ ഡൊമൈൻ നെയിമുകളെ IP അഡ്രസ്സിലേക്ക്, ഒരു യുണീക്ക് ഐഡന്റിഫയർ ആയിട്ടുള്ള IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സംവിധാനമാണ് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. എന്താണ്? ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. IP അഡ്രസ്സ് എന്താണെന്ന് ഇനി പറയുന്നുണ്ട്. അപ്പോൾ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. ഹൈപ്പർ ലിങ്ക് എന്താണെന്ന് പറഞ്ഞു. വെബ് പേജസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക്. എന്ന് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത പോയിന്റ്, എന്താണ് സെർച്ച് എഞ്ചിൻ? ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റ്സിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിന്റെ ഉദാഹരണങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഗൂഗിൾ. താഴെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിനിൽ ഉൾപ്പെട്ടത് ഏത് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്, യാഹു സെർച്ച് എഞ്ചിനാണ്, ബിങ് സെർച്ച് എഞ്ചിനാണ്. ബിങ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. അൾട്ടാവിസ്ത, ask.com മുതലായവയാണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ. ലോകത്തിലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ചി. ആർച്ചി ഡെവലപ്പ് ചെയ്ത വർഷം 1990. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഗുരുജിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗുരുജി. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന്റെ പേരുകൾ പഠിച്ചു വെക്കുക. സെർച്ച് എഞ്ചിന്റെ പേരുകൾ പഠിച്ചു വെക്കുക. സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെബ്സൈറ്റ്സിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, എന്താണ് വെബ് ബ്രൗസർ? വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും ഡിഫറെന്റ് ആണ്, മാറിപ്പോരുത്. വെബ് ബ്രൗസർ എന്നാൽ എന്താണ്? വെബ് സെർവറുകളിൽ നിന്നും വെബ് പേജുകൾ ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെബ് ബ്രൗസർ. വെബ് സെർവറുകളിൽ നിന്നും, വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് ഇരിക്കുന്ന ഒരു കൂട്ടം, അതായത് ഒരു കൂട്ടം ഇൻഫോർമേഷൻസ് ഇരിക്കുന്നത് ഏതിനകത്താണ്? വെബ് സെർവർ. വെബ് സെർവറിലാണ് ഒരു കൂട്ടം ഇൻഫോർമേഷൻസ് ഇരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് ആവശ്യം വേണ്ട, ഇപ്പൊ നമ്മൾ കേരള PSC തുളസി എന്ന് സെർച്ച് ചെയ്താൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. കേരള പ്ലസ് PSC പ്ലസ് തുളസി എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ കേരള എന്നുള്ളത് കേരള അവിടെ പോയി സെർച്ച് ചെയ്തു. കേരളത്തിന്റെ അകത്ത് ഏതാണ് സെർച്ച് ചെയ്യാനുള്ള? PSC അത് സെർച്ച് ചെയ്തെടുത്തു. PSCക്കകത്ത് ഏതാ? തുളസി. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് എടുത്തു. ഈ ഇൻഫോർമേഷൻസ് എല്ലാം ഇരിക്കുന്നത് വെബ് സെർവറുകളിലാണ്. അപ്പൊ ഈ വെബ് സെർവറുകളിൽ നിന്നും നമ്മൾ യൂസർ ആവശ്യപ്പെടുന്ന വെബ് പേജുകൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നത് വെബ് ബ്രൗസേഴ്സ് ആണ്. വെബ് ബ്രൗസേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തത് ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ ആണ്. മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോസോഫ്റ്റിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആണ്. ഡെവലപ്പ് ചെയ്ത വർഷം 1995 എപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ആണ്. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് എപ്പിക്. സീമങ്കി, സഫാരി, ഒപ്പേറ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, എഡ്ജ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇറക്കിയ വെബ് ബ്രൗസർ ആണ് എഡ്ജ്. ഇനി മൊസൈക്ക്. ഇതൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. ഇതിൽ ഏറ്റവും സ്പീഡ് കൂടിയ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഫാരിയാണ് ഏറ്റവും സ്പീഡ് കൂടിയ വെബ് ബ്രൗസർ. ഡെവലപ്പ് ചെയ്തത് ആപ്പിൾ ആണ്. വർഷം 2003 ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ആയ സഫാരി ആപ്പിൾ ഡെവലപ്പ് ചെയ്തത്. ഇനി ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സസ് ആണ് ആദ്യത്തെ വെബ് ബ്രൗസർ. അത് ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. വർഷം 1990 ടിം ബെർണേഴ്സ്-ലീ നെക്സസ് എന്ന വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തത്. ഇനി നമ്മൾ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ് ആണ് UC ബ്രൗസർ, ഒപ്പേറ മിനി, ഡോൾഫിൻ മുതലായവ. അപ്പൊ ഇത്രയാണ് സെർച്ച് എഞ്ചിനെയും വെബ് ബ്രൗസറിനെയും മറ്റു പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഇമെയിൽ എന്ന ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത പോയിന്റ് ഇമെയിലിനെ പറ്റിയാണ്. എന്താണ് ഇമെയിൽ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കോ
അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്കോ അയക്കുന്ന ഇലക്ട്രോണിക് സന്ദേശത്തെയാണ് ഇമെയിൽ. ഇമെയിലിന്റെ ഫുൾ ഫോം തന്നെ ഇലക്ട്രോണിക് മെയിൽ എന്നാണ്. ഇലക്ട്രോണിക് സന്ദേശമാണ് എന്ത്? ഇമെയിൽ. ഇമെയിൽ ഡെവലപ്പ് ചെയ്തത് റേ ടോമിൽസൺ ആണ്. റേ ടോമിൽസൺ ആണ് ഇമെയിൽ ഡെവലപ്പ് ചെയ്തത്. ഇമെയിൽ വഴി അയച്ച ആദ്യത്തെ സന്ദേശമാണ് QWERTY UIOP. QWERTY UIOP എന്നതാണ് ഇമെയിൽ വഴി അയച്ച ആദ്യത്തെ സന്ദേശം. മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ സർവീസ് ആണ് ഹോട്ട്മെയിൽ. മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ സർവീസ് ആണ് ഹോട്ട്മെയിൽ. ഇത് ഡെവലപ്പ് ചെയ്തതിൽ ഒരു ഇന്ത്യനുമുണ്ട്, സബീർ ഭാട്ടിയ. സബീർ ഭാട്ടിയ ഇന്ത്യനാണ്. കൂടാതെ ജാക്ക് സ്മിത്ത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഹോട്ട്മെയിൽ ഡെവലപ്പ് ചെയ്തത്. പിന്നീട് ഹോട്ട്മെയിലിനെ outlook.com എന്ന് റീനെയിം ചെയ്തു. എങ്ങനെയാണ് റീനെയിം ചെയ്തത്? outlook.com എന്നാണ് റീനെയിം ചെയ്തത്. ഇനി അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഇമെയിൽ ആണ് സ്പാം. അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഇമെയിൽ ആണ് സ്പാം എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഇൻസ്റ്റന്റ് മെസ്സേജസിനെയാണ് സ്പിം എന്ന് പറയുന്നത്. സ്പിം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഇൻസ്റ്റന്റ് മെസ്സേജസ്. സ്പിമ്മിന്റെ ഫുൾ ഫോം എന്താ? സ്പാം ഓവർ ഇൻസ്റ്റന്റ് മെസ്സേജിങ്. സ്പാം തന്നെയാണ് ഓവർ ഇൻസ്റ്റന്റ് മെസ്സേജിങ്. ഇനി ജിമെയിൽ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിലിംഗ് സർവീസ് ആണ് ജിമെയിൽ. ജിമെയിൽ ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിലിംഗ് സർവീസ്. അപ്പോൾ ഹിന്ദിയിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് ഹിന്ദിയിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇനി അടുത്ത പോയിന്റ്, എന്താണ് ഇമെയിൽ ക്ലയന്റ് അല്ലെങ്കിൽ ഇമെയിൽ റീഡർ അല്ലെങ്കിൽ മെയിൽ യൂസേഴ്സ് ഏജന്റ്? ഇതെല്ലാം സെയിം തന്നെയാണ്. ഇമെയിൽ അയക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഇമെയിൽ ഏജന്റ് അല്ലെങ്കിൽ ഇമെയിൽ ക്ലയന്റ് എന്ന് പറയുന്നത്. ഇമെയിൽ അയക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. ഉദാഹരണം കൂടി പഠിച്ചു വെക്കുക. മോസില്ല തണ്ടർബേർഡ്. മോസില്ല തണ്ടർബേർഡ് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, അത് ഇമെയിൽ ക്ലയന്റ് ആണ്. ഇനി ഔട്ട്ലുക്ക് എക്സ്പ്രസും എന്താണ്? ഇമെയിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ മോസില്ല തണ്ടർബേർഡും ഔട്ട്ലുക്ക് എക്സ്പ്രസും എന്താണ്? ഇമെയിൽ ക്ലയന്റ് ആണ്. അപ്പൊ ഇത്രയും ആവുമ്പോൾ നമ്മുടെ ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഇന്റർനെറ്റിന്റെ സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, വെബ് ബ്രൗസർ മുതലായ ആദ്യത്തെ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. കൂടാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, LAN, MAN, WAN, ഇത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ട്. അത് നെറ്റ്വർക്ക് കഴിഞ്ഞിട്ട് വരുന്നൊരു പോർഷനാണ് നെറ്റ്വർക്ക് ഡിവൈസസ്. ബാക്കി IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്